ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലൈഫിലെല്ലാം അപ്രത്യക്ഷമായി നടക്കുന്ന ഓരോ കാര്യങ്ങളുള്ള നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണല്ലോ നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താവുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ നെക്സ്റ്റ് എന്താവുമെന്ന് അറിയാണ്ട് പെട്ടെന്ന് വന്ന ഒരു അപ്രത്യക്ഷമായ ടിസ്റ്റാണ്. നമ്മൾ 2 ഇയറിൻ്റെ രാത്രി തലേദിവസം രാത്രി നമ്മുടെ വീടിൻ്റെ അവിടെ പരിപാടി നടന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടായിരുന്നല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് തന്നെ ന്യൂ ഇയറിൻ്റെ അന്ന്, അതായത് 1-ാം തീയതി നമുക്ക് വന്ന കോളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചത്. അതായത് ഞാൻ വീട്ടിലായിരുന്നല്ലോ, എൻ്റെ വീട്ടിലായിരുന്നല്ലോ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിരുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണേട്ടൻ്റെ കോൾ വന്നായിരുന്നു, ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ആദ്യം പറഞ്ഞത്. അങ്ങനെ ആൾ കയ്യിലിരുന്ന് നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാത്രി കമ്പനിയിലൊന്ന് ന്യൂ ഇയർ ആഘോഷിച്ചതുകൊണ്ട് പടക്കം കയ്യിലിരുന്നത് പൊട്ടിയത് അറിഞ്ഞില്ല. അങ്ങനെ കൈയുടെ ഒരു പത്തിയുടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിന്നിച്ചിതറലൊക്കെ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ആദ്യം ലിറ്റിൽ ഫ്ലവറിലായിട്ട് പോയത് അങ്കമാലിയിൽ, പിന്നെ നേരെ പോയി വരാനൊക്കെ വീട്ടുകാർക്ക് എളുപ്പമായതുകൊണ്ട് അമ്മലേക്ക് വന്നു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് തന്നെ ഇത് അറിഞ്ഞതോട് കൂടിയാണ് ഞാനും അവിടെ നിന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നായിരുന്നു. പിന്നെ 4 മണിക്ക് ശേഷമുണ്ട് വിസിറ്റേഴ്സിനെ അനുവദിക്കുക. അപ്പോൾ ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വരും. അച്ഛൻ രാത്രി നിൽക്കും, അമ്മ പകലിൽ പോകും. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടി തിരിച്ചിങ്ങോട്ട് പോരുകയും ചെയ്യും. അപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ ഇന്നലെ വന്നിട്ട് നമ്മൾ കാണാൻ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമലയിൽ ഇവിടെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാ കണ്ട് ഞങ്ങളൊരു 7 മണി 8 മണി ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ സ്റ്റിച്ചൊക്കെ ഒരു 7-8 സ്റ്റിച്ചുകളൊക്കെ ഉണ്ട്. ഭാഗ്യം കൈപ്പത്തിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മുടെ വിഷ്ണുവേട്ടൻ്റെ ന്യൂ ഇയർ ഇതേപോലെ